നമസ്കാരം. ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടങ്ങിയിട്ട് രണ്ടാഴ്ച പിന്നിടാണ്. അമേരിക്കയാണ് കുരുട്ടുബുദ്ധി. അമേരിക്കന്റെ ബുദ്ധിയിൽ ആയുധ കച്ചവടമാണ് ഒരു ലക്ഷ്യം, ഇന്ത്യയെ തകർക്കുകയാണ് ഒരു ലക്ഷ്യം, ഇറാനെ ഇല്ലാതാക്കി ഇറാന്റെ സർവ്വ വസ്തുക്കളും പിടിച്ചെടുത്ത് എണ്ണയുടെ നിക്ഷേപമൊക്കെ പിടിച്ചെടുത്ത് കൈവശപ്പെടുത്താൻ വേണ്ടി ഇറാഖിൽ എന്താണോ കാണിച്ചതുപോലെ ചെയ്ത പണിയാണ്. ഏതായാലും വലിയ നാശനഷ്ടം ഇറാനിലുണ്ട്. ഇറാൻ ടെഹ്റാൻ കത്തിയെരിയുന്നു, വലിയ കെട്ടിടങ്ങൾ അടിഞ്ഞ് തിമിരുന്നു, ജനങ്ങൾ സാധാരണക്കാർ കൊല്ലപ്പെടുന്നു, കുട്ടികളടക്കം പെൺകുട്ടികളടക്കം കുട്ടികൾ 200 കുട്ടികൾ ഒരു സ്കൂളിൽ തന്നെ കൊല്ലപ്പെട്ടു. ഇറാന് കനത്ത നഷ്ടം, ആൾനാശം ഉണ്ടാകുന്നു. ഇറങ്ങി നടക്കാൻ ഒരു ധൈര്യമില്ല. എവിടെയാണ് എപ്പോഴാണ് ബോംബ് വീഴുന്നത്, എവിടെയാണ് മിസൈൽ വീഴുന്നത് എന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇസ്രായേൽ നിറഞ്ഞങ്ങട്ട് ആടാണ്. യുദ്ധത്തിന്റെ ഒന്നാമത്തെ ദിവസം ആയത്തുള്ള ഖൊമേനി, ഇറാന്റെ പരമോന്നത നേതാവ്, രാഷ്ട്രഭരണകർത്താവ് കൊല്ലപ്പെട്ടു. അതും കുടുംബസമേതം കൊല്ലപ്പെട്ടു. അവരുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടു. അതായത് ഭീതിദായകമായ ഒരു അന്തരീക്ഷം. ഉന്നത ഉദ്യോഗസ്ഥർക്കോ ഭരണകർത്താക്കൾക്കോ പൊതുനിരത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം. എവിടെയാണ് എപ്പോഴാണ് ബോംബ് വീഴുന്നത്, ക്ലസ്റ്റർ ബോംബ് വീഴുന്നത്, എവിടെയാണ് മിസൈൽ വീഴുന്നത്, ഏത് ചാരന്മാരൻ എവിടെ നിന്നാണ് വെടിവെക്കുന്നത് എന്ന് പോലും അറിയാത്ത ഒരു ദുരൂഹത. ആ ദുരൂഹതയ്ക്കിടയിലാണ് ഇറാൻ ഭരണാധികാരികൾ ഇപ്പോഴും എന്ന് പറയാതിരിക്കാൻ വയ്യ. മറുവശത്ത് ഇസ്രായേലിന്റെ അവസ്ഥയും വ്യത്യാസമല്ല. ഇങ്ങോട്ട് 1 കിട്ടുമ്പോൾ 10 എന്ന നിലയിൽ ഇറാൻ ഇസ്രായേലിലേക്ക് മിസൈലുകളും ക്ലസ്റ്റർ ബോംബുകളും ഇട്ടുകൊണ്ടിരിക്കുന്നു. ഇസ്രായേൽ തെക്ക് വടക്ക് ഒരു ഭേദമില്ലാതെ തകർത്ത് ആടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവിടെ ഇന്ന് നടന്ന ഒരു സംഭവം ലോകത്തെ ഞെട്ടിച്ചു കളഞ്ഞു. ഇറാനിൽ ടെഹ്റാനിൽ ബോംബ് വർഷം, മിസൈൽ വർഷം ഇസ്രായേൽ നിറഞ്ഞാടുന്ന സ്ഥലത്ത് ഇറാന്റെ പ്രസിഡന്റ് തെരുവിൽ ജനങ്ങൾക്കൊപ്പം ഇറങ്ങി അങ്ങോട്ട് നടക്കുകയാണ്. സാധാരണ ഇത്തരത്തിൽ തെരുവ് കത്തി എരിയുന്ന സമയത്ത് ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയും അതിലൂടെ നടക്കാൻ, സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടൂല. കാരണം അവരുടെ സുരക്ഷിതത്വം ആ രാജ്യത്തിന് ആവശ്യമാണ് എന്നതുകൊണ്ട് അവർ ഒരിക്കലും തെരുവിലൂടെ ഇറങ്ങി നടക്കൂല. അവിടെയാണ് ഇറാൻ ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, അതുപോലെ അലി ഇറാനി ജാനി, മുഹമ്മദ് അസ്ലമി, ഇവരെല്ലാവരും കൂടി ഇന്ന് തെരുവിലൂടെ ഒരു പറ്റം ജനങ്ങൾക്കിടയിലൂടെ അവരെ നയിച്ചുകൊണ്ട് നടക്കുകയാണ്. വരുന്നവരും പോകുന്നവരും ഒക്കെ സെൽഫി എടുക്കുന്നു. ഇത് ഇസ്രായേൽ യുദ്ധം നടക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധമൊന്നുമല്ല. എല്ലാ വർഷവും റമദാനിൽ നോമ്പിന്റെ അവസാന വെള്ളിയാഴ്ച ഇതുപോലൊരു യാത്രയുണ്ട്. ആ യാത്ര ഇവിടെ യുദ്ധം നടക്കുന്നുണ്ട്, ടെഹ്റാനിൽ ബോംബ് വീഴുന്നുണ്ട്, ഇറാന്റെ ഭരണാധികാരികളെയും പ്രസിഡന്റിനെയും മറ്റുള്ളവരെയും ഒക്കെ വധിക്കാൻ വേണ്ടി മറ്റൊരു രാജ്യം സദാപി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ചാരക്കണ്ണുകളെല്ലാം ഇവരെ ലക്ഷ്യമിട്ടിരിക്കുന്നുണ്ട്. തലങ്ങും വിലങ്ങും മിസൈലുകൾ വന്ന് വീഴുന്നുണ്ട്. ഇതൊക്കെ സംഭവിക്കുന്നതിനിടയിലും ഇറാന്റെ പ്രസിഡന്റും മറ്റുള്ളവരും നടന്നു നീങ്ങുക, റോഡിൽ കൂടെ നടന്നു നീങ്ങുക, വെറും നിലത്തുകൂടി നടന്നു നീങ്ങുക, യാതൊരു സുരക്ഷിതത്വവും എടുക്കാതെ സാധാരണ പൗരന്മാരെ പോലെ നടന്നു നീങ്ങുക എന്ന് പറഞ്ഞാൽ ചില്ലറ ധൈര്യമൊന്നുമില്ല. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇറാനിലെ ജനങ്ങളെയും അവിടുത്തെ ഭരണകർത്താക്കളെയും ചോരയും ജീവനും കാട്ടി പീഡിപ്പിക്കരുത്. അവർക്കതിൽ പേടിയില്ല. ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ബോംബ് വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു മിസൈൽ വീഴാൻ സാധ്യതയുണ്ട്, അതിൽ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഈ ഭരണകർത്താക്കൾക്ക് അറിയാം, അവരെ ഒപ്പം നടക്കുന്ന ജനങ്ങൾക്കറിയാം. എന്നിട്ടും ഈ വിധത്തിൽ അവർ ഇറങ്ങി നടക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിന്റെ ശക്തി, ആ ഒരു നിശ്ചയദാർഢ്യം എവിടെ നിൽക്കുന്നു നോക്കണം. മറുവശത്ത് ലോകത്തിന്റെ ഏറ്റവും വലിയ ധൈര്യവാനും എല്ലാവിധ സന്നാഹങ്ങളുമുള്ള ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ടുള്ള അമേരിക്കയുടെ ശിങ്കിടിയായിട്ടുള്ള ഇസ്രായേലിന്റെ ഭരണാധികാരിയെ ഈ കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി മുതൽ എവിടെയാണെന്ന് കാണാനില്ല, എവിടെയാണെന്ന് അറിയില്ല. അങ്ങനെ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ. ബെഞ്ചമിൻ നെതന്യാഹുവിന് അവരുടെ രാജ്യത്ത് ഇസ്രായേലില് ഇതുപോലെ തെരുവിലൂടെ ഇറങ്ങി നടക്കുന്നത് പോയിട്ട് അവരുടെ ഓഫീസിൽ ഇരുന്ന് പണിയെടുക്കാൻ പോലും ധൈര്യമില്ല എന്ന് പറയുമ്പോഴാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും യുദ്ധത്തിന്റെ ഒരു തീവ്രത മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ ഇസ്രായേലിനെ അടിക്കുന്നത്, ഇവരുടെ ഭീഷണികൾക്ക് എന്തുകൊണ്ടാണ് വഴങ്ങാത്തത് എന്ന് മനസ്സിലാകുന്നത്. ഒന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം, ഇത്രയധികം ധൈര്യമുള്ള ഈ ഇറാൻ അവർ പറയുന്ന വാക്ക് അക്ഷരമത്തിൽ പാലിക്കുന്നതായിരിക്കും. അതുകൊണ്ട് യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അല്ലെങ്കിൽ എങ്ങനെ അവസാനിപ്പിക്കുമെന്ന് ഞങ്ങൾ തീരുമാനിക്കും എന്ന് പറയുമ്പോൾ അത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ബാക്കിയുള്ള രാജ്യങ്ങളൊന്ന് മുൻകൈ എടുക്കണം. ഇറാന്റെ ആവശ്യങ്ങൾ അംഗീകരിച്ചു കൊടുത്തത് അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്നുള്ളതാണ്. കാരണം ഇറാൻ ആരെയും കയറി ആക്രമിച്ചിട്ടില്ല, ഇറാനെ കയറി ആക്രമിച്ചതാണ്. ഇറാന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിനുള്ള നഷ്ടം അതിന് കാരണക്കാരായവർ കൊടുക്കണം. ഇറാൻ ഒരു പരമാധികാര രാജ്യമാണ്. ആ രാജ്യത്തെ മറ്റേത് രാജ്യം പോലെ, ഇസ്രായേലും അമേരിക്കയായാലും ഇന്ത്യയിലും ഏത് രാജ്യം പോലെ, ആ രാജ്യത്തിന് അവരുടേതായ പരമാധികാരം സൂക്ഷിക്കാൻ ബാധ്യതപ്പെട്ടതുപോലെ അവകാശമുള്ളതുപോലെ ഇറാനും അവകാശമുണ്ട്.
ഇറാനിൽ ആറ്റം ബോംബ് ഉണ്ടാക്കണോ, ഇനി വേറെ എന്തെങ്കിലും ഉണ്ടാക്കണോ, അവിടെ ഉള്ളവർ കഞ്ഞി കുടിക്കണോ എന്ന് തീരുമാനിക്കുന്നത് അവരാണ്, മറ്റുള്ളവരല്ല. അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ അത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ തങ്ങൾക്ക് നിന്നു കൊടുക്കാൻ സൗകര്യമില്ല എന്നതാണ് അവരുടെ ഒരു പക്ഷം. അതുകൊണ്ട് അവരുടെ പരമാധികാരം അത് ഈ ലോക രാജ്യങ്ങളെല്ലാം അംഗീകരിക്കണം. അവരുടെ അവകാശങ്ങളും എല്ലാം അവർ സംരക്ഷിച്ചു കൊടുക്കണം. അവർക്ക് വന്ന നഷ്ടങ്ങൾ കൊടുക്കണം. മേലിൽ ഇമാതിരിയുള്ള പരിപാടിയും കൊണ്ട് അങ്ങോട്ട് ചെന്നേക്കരുത് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും വരില്ല എന്ന് പറയുന്നുണ്ട്. ഇത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ നഷ്ടം ഈ ലോകരാജ്യങ്ങൾക്കാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്നാണ് ഇന്നത്തെ ഈ വെള്ളിയാഴ്ച ദിനത്തെ അവരുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. ലോകരാജ്യങ്ങളിൽ ഒരു രാജ്യവും ചെയ്യാത്ത പ്രവൃത്തിയാണ് ഇറാന്റെ പ്രസിഡന്റും മറ്റുള്ളവരും ചെയ്തിരിക്കുന്നത്. തെരുവിലൂടെ ഇറങ്ങി നടക്കുക. അത് ആർക്ക് വേണ്ടി? ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധമോ മറ്റോ അല്ല, പലസ്തീന് വേണ്ടി, ഖുദ്സിന് വേണ്ടി. ഖുദ്സ് ദിനം ആചരിച്ചുകൊണ്ട് എല്ലാ വർഷവും റമദാനിലെ അവസാന വെള്ളിയാഴ്ച ഇറങ്ങി നടക്കൽ ഇവിടെ ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ 2 ആഴ്ച പൂർത്തിയാക്കുന്ന ഈ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പോലും അതിനൊരു മാറ്റം വരുത്താതെ ആ യാത്രയിൽ വീണ് മരിക്കാനാണ്, അല്ലെങ്കിൽ ആ യാത്രയിൽ ഇസ്രായേലിന്റെ മിസൈൽ വീണ് മരിക്കാനാണ് വിധി എന്നുണ്ടെങ്കിൽ അതങ്ങ് നടപ്പിലാക്കട്ടെ. നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ച് എല്ലാ വർഷവും കൃത്യമായി നടക്കുന്ന ആ കാര്യങ്ങൾക്ക് യാതൊരു മുടക്കം ഉണ്ടാകാൻ പാടില്ല. ബാക്കിയുള്ളത് വരും പോലെ എന്ന് ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നടക്കുമ്പോൾ, തെരുവിലൂടെ നടക്കുമ്പോൾ ആ ചങ്കൂറ്റത്തെ ഒരല്പം മാനിക്കാതെ പറ്റില്ല എന്നതാണ് വസ്തുത. നേരത്തെ എന്താ പറഞ്ഞത്? ആയത്തുള്ള ഖംനയും മറ്റും ഇസ്രായേലിന്റെ ചതിയിൽ വീണതാണ് എന്നാണ്. അതായത് ഒരിക്കലും ഖംനയും മറ്റും പ്രതീക്ഷിച്ചിരുന്നില്ല അവർ അല്ലെങ്കിൽ ബങ്കറിൽ പോയി ഒളിച്ചേനെ എന്ന്. അങ്ങനെ ഒരു ബങ്കർ സംവിധാനത്തിൽ ഒളിക്കുന്നവരല്ല ഇറാന്റെ ഭരണാധികാരികൾ എന്നൊക്കെ മനസ്സിലായില്ലേ? ഖംനയും കൂട്ടരും അങ്ങനെ ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇപ്പൊ എന്റെ ജീവൻ അവസാനിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൊണ്ട് ഇത് അവസാനിക്കുന്നില്ല, ഇവിടെ വേറെ ആൺകുട്ടികളുണ്ട്, അവർ പകരം ചോദിച്ചോളും എന്ന് ഖംനയ്ക്ക് അറിയാം. ആരൊക്കെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും ഇറാനിലെ അവസാനത്തെ ഒരു കുട്ടി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അതിന് പകരം ചോദിക്കുമെന്നുള്ള ഖംനയുടെ ആ ഒരു ദീർഘദൃഷ്ടിയാണ് ഇപ്പൊ കാണുന്നത്. അന്ന് ഖംനയുടെ മേൽ ബോംബ് വർഷിച്ച് ക്ലസ്റ്റർ ബോംബുകൾ നിക്ഷേപിച്ചുകൊണ്ട് കുടുംബത്തെ ഒന്നടങ്കം കൊന്നൊടുക്കി. ഇന്ന് അതേ മുറ്റത്തുകൂടി ഇറാന്റെ പ്രസിഡന്റും പരിവാരങ്ങളും ഇറങ്ങി നടക്കുമ്പോൾ, വെറും നിലത്തൂടെ ഇറങ്ങി നടക്കുമ്പോൾ, അങ്ങനെ ഇറങ്ങി നടക്കാൻ ഇസ്രായേലിന്റെ ഭരണകൂടത്തിലെ ഏതെങ്കിലും ആർക്കെങ്കിലും, അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക്, ഇസ്രായേലിന്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ള ആർക്കെങ്കിലും, അല്ലെങ്കിൽ വലിയ ചങ്കനായ ലോക പോലീസിന്റെ തലവനായിട്ടുള്ള അമേരിക്കയ്ക്ക് ട്രംപിനോ മറ്റാർക്കെങ്കിലുമോ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇറാന്റെ ചങ്കൂറ്റം. ആ ചങ്കൂറ്റത്തെ നമുക്ക് മാനിക്കാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. Different angles. Don't forget to subscribe and support this channel.